സോ ലാസ്റ്റ് സെഷനിൽ നമ്മൾ ഡെപ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് പഠിച്ചു അല്ലേ. ഓക്കെ, D2 D1 ഒക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നൊക്കെ പഠിച്ചു, അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു. അപ്പോൾ ഡയറക്റ്റ്ലി ആ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു വെക്കുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല, കാരണം കൺഫ്യൂഷൻസ് വരാനുള്ള ചാൻസ് ഉള്ള കേസസ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഡെറിവേഷനായിട്ടൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഡെപ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പും ലോസ് ഓഫ് എനർജിയൊക്കെ ഒരുമിച്ച് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ എഴുതാൻ പറ്റും. ഓക്കെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആകുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, സബ്സ്റ്റിറ്റ്യൂഷനും അതുപോലെ സിംപ്ലിഫിക്കേഷനും ഒക്കെ വരുന്നുള്ളൂ. ഓക്കെ, പിന്നെ പ്രോബ്ലത്തിൽ യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അത് നമുക്ക് നോക്കാം, പ്രോബ്ലംസ് ന്യൂമറിക്കൽ എക്സാമ്പിൾസ് വരും. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന എക്സ്പ്രഷൻ ഫോർ ലോസ് ഓഫ് എനർജി ഡ്യൂ ടു ഹൈഡ്രോളിക് ജമ്പ്. നമ്മൾ പറഞ്ഞു ഇങ്ങനൊരു ഹൈഡ്രോളിക് ജമ്പ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഒരു എഡി ഫോർമേഷനൊക്കെ ഉണ്ടാവും. എഡി ഫോർമേഷനൊക്കെ ഉണ്ടാവുമ്പോൾ എന്താണ് ലോസ് ഓഫ് എനർജി ഉണ്ടാവും അല്ലേ. സെക്ഷൻ 1-1 സെക്ഷൻ 2-2 നമ്മൾ നേരത്തെ ഫിഗറിൽ കൺസിഡർ ചെയ്തു. അപ്പോൾ അവിടെ ലോസ് ഓഫ് എനർജി ഉണ്ടാവും. സെക്ഷൻ 1-1 നിന്നും 2-2 എത്തുമ്പോൾ എനർജി ചേഞ്ച് ഉണ്ടാവും, ഒരു എനർജി ലോസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. സോ ദാറ്റ് എനർജി ലോസ്, ദറ്റ് ഈസ് HL, we have to find out. That is HL is equal to E1 minus E2, where E1 is the energy at section 1-1 and E2 is the energy at സെക്ഷൻ 2-2. സോ നമ്മൾ ഈ ടോട്ടൽ എനർജിയാണ്, ടോട്ടൽ എനർജിയെ നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ പൊട്ടൻഷ്യൽ ഹെഡ് പ്ലസ് കൈനറ്റിക് ഹെഡ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ പ്രഷർ ഹെഡ് ഇല്ല, ബിക്കോസ് ഓപ്പൺ ചാനലാണ്. അവിടെ സർഫേസ് എടുക്കുമ്പോൾ നമുക്ക് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹെഡാണ്, അത് 0 ആയിട്ട് പോവും. അതുകൊണ്ട് പ്രഷർ ഹെഡ് ഇല്ല, പകരം എന്ത് മാത്രമേ ഉള്ളൂ, പൊട്ടൻഷ്യൽ ഹെഡും അതുപോലെ തന്നെ കൈനറ്റിക് ഹെഡും. കൈനറ്റിക് ഹെഡ് എന്ന് പറയുന്നത് V²/2g ആണ്. പൊട്ടൻഷ്യൽ ഹെഡ് എന്ന് പറയുന്നത് ഇവിടെ ഡെപ്ത് ഓഫ് ഫ്ലോയിനെയാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വരും, D1 D2 എന്നുള്ള രണ്ട് രീതിയിലുള്ള പൊട്ടൻഷ്യൽ ഹെഡ് അല്ലെങ്കിൽ ഡാറ്റം ഹെഡ് എന്നും കൂടെ നമ്മൾ പറയും അല്ലേ. സോ അപ്പോൾ E1 എന്ന് പറയുന്നത് എന്തായിരിക്കും, D1 + V1²/2g ആണ്. അതായത് സെക്ഷൻ 1-ലുള്ള എനർജി, ടോട്ടൽ എനർജി. അത് മൈനസ് എന്താണ്, സെക്ഷൻ 2-2-ലെ എനർജി. അപ്പോൾ ആ എനർജി ഡിഫറൻസ് ആണല്ലോ ലോസ് ഓഫ് എനർജി എന്ന് പറയുന്നത്. എത്ര എനർജി നഷ്ടപ്പെട്ടു, ആ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് E2 ഉണ്ടായത് അല്ലേ. സോ E2 D2 + V2²/2g ആണ്. സോ അതിൻ്റെ ഡിഫറൻസ് ആണെന്ത്, ലോസ് ഓഫ് എനർജി HL, ദറ്റ് ഈസ് E1 - E2. ഓക്കെ, സോ ഇതിനെ നമുക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. V1²/2g മൈനസ് എന്ത് വരും, V2²/2g. അത് നമ്മൾ ആദ്യം എഴുതി. പിന്നെ നമുക്കിവിടെ D1 - D2 എന്നുണ്ടല്ലേ, അതിന് നമുക്കൊന്ന് D2നെ ഫസ്റ്റ് വരണം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് മൈനസ് ഓഫ് എന്ന് എഴുതാം, മൈനസ് ഓഫ് D2 - D1. അപ്പോൾ ഇവിടെയുള്ള പ്ലസ് D1 ഇവിടെ എന്താവും, മൈനസ് ഓഫ് -D1 ആകുമ്പോൾ പ്ലസ് ആയിക്കോളൂ അല്ലേ. സോ മൈനസ് ഓഫ് D2 - D1 എന്ന് എഴുതി. നമുക്ക് അങ്ങനെ ആവശ്യമുണ്ട്, D2 - D1 എന്നാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, സോ ഇനി ഇതിനകത്ത് നമുക്ക് V1 = നമുക്ക് ഓൾറെഡി അറിയാം, വെലോസിറ്റി = എന്താണ്, ഡിസ്ചാർജ് ഡിവൈഡ് ബൈ D1 ആണ്. ഡിസ്ചാർജ് ഇപ്പോൾ യൂണിറ്റ് വിഡ്ത്ത് ഡിവൈഡ് ബൈ D1 ആണ്. ഓക്കെ, അപ്പോൾ Q = V1 D1 എന്തുകൊണ്ട് വന്നു നമ്മൾ പറഞ്ഞു, യൂണിറ്റ് വിഡ്ത്ത് ആയതുകൊണ്ട് ഏരിയ ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത്ത് വരും. അപ്പോൾ D1 ഇൻറ്റു യൂണിറ്റ് വിഡ്ത്ത് ആയതുകൊണ്ട് 1 വരും. സോ V1 = Q/D1, V2 = Q/D2 ആണ്. നമ്മൾ ഓൾറെഡി നേരത്തെ ഡെപ്ത്ത് കാണുമ്പോൾ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. സോ അത് ഇവിടെ ഈ V1² V2² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, Q²/2g D1² - Q²/2g D2² എന്ന് കിട്ടും. പുറത്തൊരു മൈനസ് D2 - D1 ഉണ്ട്. സോ ഇതിനകത്ത് Q²/2g കോമൺ ആണല്ലേ, രണ്ട് ടേംസിൽ രണ്ടിലും എന്തുണ്ട്, ബ്രാക്കറ്റിനകത്ത് Q²/2g ഉണ്ട്. അതിന് നമ്മൾ പുറത്തോട്ട് എടുക്കാം. ബാക്കി വരുന്നത് 1/D1² - 1/D2² ആണ്. അപ്പോൾ Q²/2g × 1/D1² - 1/D2² എന്ന് എഴുതി. മൈനസ് ഓഫ് എന്തുണ്ട്, D2 - D1 ഉണ്ട്. സോ നമുക്ക് ഈ ബ്രാക്കറ്റിനകത്തുള്ള 1/D1² - 1/D2² ഒന്ന് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, D2² - D1² ഡിവൈഡഡ് ബൈ D1² × D2² എന്ന് കിട്ടും. ഇൻറ്റു മൈനസ് എന്തുണ്ട്, D2 - D1 ഉണ്ട് ഓൾറെഡി. സോ നമുക്ക് ഇക്വേഷൻ 4-ൽ നമുക്ക് Q² = ഇങ്ങനെ ഒരു വാല്യൂ ഉണ്ടല്ലേ. സോ അപ്പോൾ നിങ്ങൾക്ക് എന്താ വേണ്ടത്, നിങ്ങൾക്ക് മറ്റേ നേരത്തെയുള്ള ഡെപ്തിൻ്റെ ഡെറിവേഷൻ കഴിഞ്ഞിട്ട് വരുന്ന കണ്ടിന്യൂഷനാണിത്. അപ്പോൾ ഈ Q² = ഈ ഒരു വാല്യൂ G × D1 D2 × D2 + D1/2. ഇത് നിങ്ങൾക്ക് ഓർത്ത് വെക്കാം. ഓർത്ത് വെക്കുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല, പക്ഷേ നിങ്ങൾക്ക് കണ്ടിന്യൂഷനായിട്ട് ഡെപ്തും എനർജിയും കണ്ടുപിടിക്കാനാണ് പറയുന്നതെങ്കിൽ ആദ്യം ഡെപ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു ഫോമുല നമുക്ക് കിട്ടുന്നുണ്ടല്ലേ. നേരത്തെ നോക്കിയാൽ മതി, ഇക്വേഷൻ 4 അല്ലേ.
ഓക്കെ, ഇക്വേഷൻ 4 നിങ്ങൾക്ക് അറിയാം, d2 പ്ലസ് d1 നേരത്തെ കിട്ടിയതാണ് നമുക്കല്ലേ. ഡെപ്ത് ഡിറൈവ് ചെയ്യുമ്പോൾ d2 പ്ലസ് d1 ഈസ് ഈക്വൽ ടു 2q² g d1 d2. ഇതിനകത്ത് 2q² എന്താണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. സോ അപ്പോൾ നമുക്ക് അത് നമ്മളിവിടെ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. q² ഈസ് ഈക്വൽ ടു അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, g d1 d2. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഡെപ്ത് ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ q² ഈ ഒരു ഇക്വേഷന് കിട്ടും. അല്ലാതെ ഡയറക്റ്റ്ലി എനർജി ലോസ് മാത്രം ചോദിച്ചാൽ ഇത് ഓർത്ത് വെക്കുന്നത് ഡിഫിക്കൽട്ടാണ്. അങ്ങനെ ചോദിക്കാൻ ചാൻസ് കുറവാണ്. ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ എഴുതേണ്ടി വരും. ഓക്കെ, q² ഈസ് ഈക്വൽ ടു g d1 d2 ഇൻറ്റു d2 പ്ലസ് d1 ബൈ 2. സോ അത് നമ്മൾ എവിടെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ഇവിടെ ഒരു q²/2g ഉണ്ടല്ലേ. അപ്പോൾ ഈ q²-ന് ഓക്കെ ഇവിടെ q² നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, ഇവിടെ ഒരു q²/2g ഇൻറ്റു ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ q²-ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരുന്നത്, ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ g d1 d2 ഇൻറ്റു d2 പ്ലസ് d1 ബൈ 2 ഇൻറ്റു എന്തുണ്ട് ഇവിടെ d2² മൈനസ് d1². അപ്പോൾ നമുക്ക് ഈ ഒരു 2g ഉണ്ടല്ലേ. അപ്പോൾ 2g ഇൻറ്റു d1² ഇൻറ്റു d2² എന്ന് വരും. അപ്പോൾ d2² മൈനസ് d1² ബൈ 2g ഇൻറ്റു d1² d2² എന്നൂടെ വരും. q² നമ്മൾ ഈ ഒരു വാല്യൂ കൊടുത്തു. ഓക്കെ, മൈനസ് എന്തുണ്ട് ഇവിടെ d2 മൈനസ് d1 ഉണ്ടല്ലേ. സോ അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ d2 പ്ലസ് d1 ഇതിനൊന്ന് കമ്പൈൻ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും, മുകളിൽ d2 പ്ലസ് d1 ഇൻറ്റു d2² മൈനസ് d1² ആണ്. താഴെ 2 ഇൻറ്റു ഡിനോമിനേറ്ററിൽ 2g d1² d2². അപ്പോൾ അത് 2 ഇൻറ്റു 2 എന്താവും, 4d1 d2 ആവും. ഓക്കെ, 4d1 d2. അപ്പോൾ ഇവിടെ d1 ഇൻറ്റു d2 ഉണ്ട്, താഴെ ഒരു d1² d2² ഉണ്ട്. അപ്പോൾ രണ്ടും d1ഉം d2ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ താഴെ d1 d2 മാത്രമായി മാറും. അതാണ് ഇവിടെ 4d1 d2 എന്ന് വന്നത്. മൈനസ് ഓഫ് d2 മൈനസ് d1. സോ ദെൻ എന്താവും, നമുക്കിവിടെ d2 പ്ലസ് d1 ഇൻറ്റു d2 പ്ലസ് d1 ഇൻറ്റു d2 മൈനസ് d1. ഇതെങ്ങനെയാണ് വന്നത്, ഇവിടെ d2² മൈനസ് d1² നമുക്ക് a² മൈനസ് b²ൻ്റെ എന്ത് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുന്ന പോലെ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി. അപ്പോൾ d2 മൈനസ് d1 ഇൻറ്റു d2 പ്ലസ് d1 വരും. ഓൾറെഡി ഇവിടെ ഒരു d2 പ്ലസ് d1 ഉണ്ടല്ലേ. അപ്പോൾ d2 പ്ലസ് d1 ഇൻറ്റു d2 പ്ലസ് d1 ഇൻറ്റു d2 മൈനസ് d1 ഡിവൈഡ് ബൈ 4d1 d2 മൈനസ് എന്താണ് d2 മൈനസ് d1. ഓക്കെ, സോ ദെൻ നമ്മൾ d2 പ്ലസ് d1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. d2 പ്ലസ് d1 ഹോൾ സ്ക്വയർ എന്ന് ഇതിനകത്ത് നിന്ന് എഴുതാൻ പറ്റും. ഇൻറ്റു d2 മൈനസ് d1 ആണ്. ഇവിടെ ഒരു d2 മൈനസ് d1 ഉണ്ട്. അപ്പോൾ നമുക്ക് d2 മൈനസ് d1നെ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, d2 മൈനസ് d1 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് d2 പ്ലസ് d1 ഹോൾ സ്ക്വയർ ബൈ 4d1 d2 മൈനസ് 1. പിന്നെ നമുക്ക് ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, സോ നമുക്കിവിടെ d2 പ്ലസ് d1 ഹോൾ സ്ക്വയർ ഉണ്ട്, മൈനസ് ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും, മൈനസ് 4d1 d2 ബൈ 4d1 d2 എന്ന് വരും. സോ നമുക്ക് എന്ത് കിട്ടി, d2 മൈനസ് d1 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് d2² പ്ലസ് d1² പ്ലസ് 2d1 d2 പ്ലസ് d1 ഹോൾ സ്ക്വയറിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. മൈനസ് എന്ത് ചെയ്തു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഒരു മൈനസ് 4d1 d2 വന്നു. സോ 2d1 d2 മൈനസ് 4d1 d2 എന്തായി, മൈനസ് 2d1 d2 ആയി അല്ലേ. d2² പ്ലസ് d1² മൈനസ് 2d1 d2 ആയി മാറി. സോ അതെന്താണ്, d2 മൈനസ് d1 ഹോൾ സ്ക്വയർ ആണെന്ത്, d2 പ്ലസ് d1 മൈനസ് 2d1 എന്ന് പറയുന്നത് d2 മൈനസ് d1 ഹോൾ സ്ക്വയർ ആണ്. അതിവിടെ എഴുതി. ഇവിടെ ഒരു d2 മൈനസ് d1 ഉണ്ട്. അപ്പോൾ എന്തായി, ഇത് മാറി d2 മൈനസ് d1 ഹോൾ ക്യൂബ് ഡിവൈഡ് ബൈ 4d1 d2. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ് എനർജി ലോസ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. ഈ ഇക്വേഷൻ എനർജി ലോസ് സിമ്പിൾ ഇക്വേഷൻ ആണല്ലേ. രണ്ട് സെക്ഷൻ ഉണ്ട്. സെക്ഷൻ 2ലെയും സെക്ഷനിലെയും ഡെപ്ത്ത്, ഒരു സെക്ഷനിൽ 2ലെ ഡെപ്ത്ത് d2യും സെക്ഷൻ 1ലെ ബിഫോർ ഹൈഡ്രോളിക് ജമ്പ് എന്താണ് ഡെപ്ത്ത്, ഇതിനെ നമ്മൾ സീക്വൻ്റ് ഡെപ്ത്ത് ആണെന്നൊക്കെ പറഞ്ഞു അല്ലേ. സീക്വൻ്റ് ഡെപ്ത്സ് ആണ് ഈ രണ്ടും. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് ഓക്കെ d2 മൈനസ് d1 ഹോൾ ക്യൂബ് ഡിവൈഡ് ബൈ d1 4d1 d2 എന്ന് വന്നു. ഓക്കെ, സോ ഇനി നമുക്ക് നമ്മൾ ഓൾറെഡി എക്സ്പ്രഷൻ ഫോർ ഡെപ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് പഠിച്ചു. ഇനി ഇൻ ടേംസ് ഓഫ് അപ്സ്ട്രീം ഫ്രോഡ് നമ്പർ. അപ്പോൾ ഈ ഫ്രോഡ് നമ്പറിൻ്റെ അപ്സ്ട്രീം ഫ്രോഡ് നമ്പർ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 1ലുള്ള ഫ്രോഡ് നമ്പറാണ്. അപ്പോൾ ഫ്രോഡ് നമ്പർ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. v1 ബൈ റൂട്ട് g
അതായത് V/√GD ആണെന്ത് ഫ്രോട്ട് നമ്പർ. നമ്മൾ നേരത്തെ നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ ഫ്രോട്ട് നമ്പറിൻ്റെ ആ ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചതൊക്കെ ഒന്ന് നോക്കാം. സോ ഫ്രോട്ട് നമ്പർ അറ്റ് സെക്ഷൻ 1 ആണ് FE1 എന്ന് പറയുന്നത്. അത് V1/√GD1. V1 എന്ന് പറയുന്നത് അപ്പോഴുള്ള വെലോസിറ്റിയും D1 എന്ന് പറയുന്നത് അവിടുത്തെ സെക്ഷൻ 1ലെ ഡെപ്ത് ഓഫ് ഫ്ലോയും ആണ്. G ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതാണ് ഫ്രോട്ട് നമ്പർ. അപ്പോൾ ഈ ഫ്രോട്ട് നമ്പർ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ അല്ലെങ്കിൽ ഷൂട്ടിംഗ് ഫ്ലോ എന്നും, ഈക്വൽ ടു 1 ആണെങ്കിൽ എന്താണെന്നും, അതുപോലെ തന്നെ ലെസ് ദാൻ 1 ആണെങ്കിൽ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ അപ്പോൾ ഫ്രോട്ട് നമ്പർ എഴുതി. ഈ ഫ്രോട്ട് നമ്പറിൻ്റെ ടേംസിൽ നമുക്ക് ഡെപ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് കണ്ടുപിടിക്കണം. ആ ഡെപ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത് അല്ലേ. സോ നമുക്ക് ഓൾറെഡി D2ന് ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. -D1 പ്ലസ് നമ്മൾ നേരത്തെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒക്കെ എഴുതി അതിനെ സോൾവ് ചെയ്തു അല്ലെ കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പം -D1/2 പ്ലസ് √D1² 4 പ്ലസ് 2V1² D1/8 എന്ന് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും വരെ ഡിറൈവ് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ ഒരു ഇക്വേഷൻ ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ്ലി ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് യൂഷ്വലി എക്സാമിന് ഇതിൻ്റെ പ്രോബ്ലംസ് ആണ് കൂടുതലും ചോദിക്കുന്നത്. ഇനി ഡെപ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പും എനർജി ലോസും കാണാൻ പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ ഇത്രയും നമ്മൾ ചെയ്ത എല്ലാ സ്റ്റെപ്സും എനർജി ലോസിൻ്റെ ഇക്വേഷൻ, ഈ ഒരു ഇക്വേഷൻ വരെ നിങ്ങൾ HL = D2 - D1/4D1 3/4D1 D2 ചെയ്യേണ്ടി വരും. D2 എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ഫ്ലോ അറ്റ് സെക്ഷൻ 2ഉം D1 ഡെപ്ത് ഓഫ് ഫ്ലോ അറ്റ് സെക്ഷൻ 1ഉം അത് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ നമുക്ക് D2ൻ്റെ ഇക്വേഷൻ അറിയാം. ഇനി നമുക്ക് ഇതിനകത്ത് FE1 = V1/√GD1 എന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു റൂട്ടിനകത്ത് ഇവിടെ D1² 4 പ്ലസ് 4V1² D1/G എന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് ഈ D1² 4നെ കോമൺ ആയിട്ട് എടുത്തിട്ട് എഴുതണം. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ടേമിൽ D1² 4 ഉണ്ടല്ലേ, രണ്ടാമത്തെ ടേമിൽ അപ്പോൾ നമ്മൾ D1² 4 എഴുതുമ്പോൾ ഇൻറ്റു എന്താണ് 1 പ്ലസ് ഇവിടെ D1² 4 ഉണ്ട്, കോമൺ ആയിട്ട് എടുക്കുമ്പോൾ പ്ലസ് 1 പ്ലസ് റൈറ്റ് സൈഡിൽ എന്ത് വരും 8V1² GD1 എന്ന് വരും. ഓക്കെ, ബിക്കോസ് താഴെ ഒരു D1 ഉണ്ട്, കോമൺ ആയിട്ട് എടുക്കുമ്പോൾ /4 വരുന്നുണ്ടല്ലേ. അപ്പോൾ ഇവിടെ മുകളിൽ 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇൻറ്റു എന്ത് ചെയ്യണം 4 ചെയ്യണം അല്ലേ. 4 ചെയ്യുമ്പോൾ 8V1² GD1 എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് -D1/D2 പ്ലസ് D1/D2. അപ്പോൾ ഇവിടെ D1² 4 റൂട്ടിനകത്താണ് D1² 4 ഉള്ളത്. അതിനെ റൂട്ടിന് പുറത്തോട്ട് എടുക്കുമ്പോൾ D1² റൂട്ട് വരും D1, 4ൻ്റെ റൂട്ട് 2. അപ്പോൾ D1/D2 ഇൻറ്റു √1 പ്ലസ് 8V1² GD1. ഇനി നമുക്ക് ഫ്രോട്ട് നമ്പർ അറ്റ് സെക്ഷൻ 1 = V1/√GD1 ആണെന്ന് അറിയാം. അപ്പോൾ ഇതിനൊന്ന് സ്ക്വയർ ചെയ്യുക. FE² എന്ത് വരും, ഫ്രോട്ട് നമ്പർ സ്ക്വയർ ചെയ്യുമ്പോൾ FE² റൈറ്റ് സൈഡിൽ സ്ക്വയർ ചെയ്യുമ്പോൾ V1² റൂട്ട് പോയി GD1 എന്ന് വരുന്നു. അപ്പോൾ നമുക്കിവിടെ ഒരു 8V1² GD1 ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ V1² GD1 നമുക്ക് എന്ത് ചെയ്യാം FE² ഫ്രോട്ട് നമ്പർ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ 8 FE² വരും അല്ലേ. സോ വി ഹാവ് D2 = -D1/2 പ്ലസ് D1/2 ഇൻറ്റു √1 പ്ലസ് 8 FE². കാരണം എന്താ ഇവിടെയുള്ള V1² GD1 എന്താണ് ഫ്രോട്ട് നമ്പറിൻ്റെ സ്ക്വയർ ചെയ്തതാണ് അല്ലേ, FE² ആണ്. സോ FE1 എന്നാണ് നോട്ട് ചെയ്യുന്നത്, കാരണം എന്താണ് സെക്ഷൻ 1 ആണ് എടുത്തിരിക്കുന്നത്. സോ FE² എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് D1/2. നമുക്കിവിടെ ഒരു -D1/2 ഉണ്ട്, ഇവിടെ ഒരു D1/2 ഉണ്ട്. അപ്പോൾ നമ്മൾ D1/2നെ കോമൺ ആയിട്ട് പുറത്തോട്ട് എടുക്കുമ്പോൾ D1/2 ഇൻറ്റു 1 പ്ലസ് √1 പ്ലസ് 8 FE1². അതുപോലെ തന്നെ ഇവിടെ -D1/2 ആണ്, അപ്പം -1 എന്ന് വരും D1/2 കോമൺ ആയിട്ട് പുറത്തോട്ട് എടുക്കുമ്പോൾ. അപ്പോൾ നമുക്ക് D2 = എന്ത് ഇക്വേഷൻ കിട്ടി, D2/2 ഇൻറ്റു എന്താണ് 1 പ്ലസ് 8 FE1² -1. ഇനി ഇതിനകത്ത് D2 = D1/2 എന്നാണ് വരുന്നത്. D1/2 ഇൻറ്റു ഈ ടേമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് D1 ലെഫ്റ്റ് സൈഡിലോട്ട് എടുക്കുവാണെങ്കിൽ D2/D1. അത് നമ്മളെന്താണ് റേഷ്യോ ഓഫ് ഡെപ്ത്സ് എന്നാണ് പറയുക, അതായത് റേഷ്യോ ഓഫ് സീക്വൻറ്റ് ഡെപ്ത്സ് എന്നാണ് അതിനെ പറയുക. അപ്പോൾ ഇൻ കേസ് ക്വസ്റ്റ്യനിലൊക്കെ റേഷ്യോ ഓഫ് സീക്വൻറ്റ് ഡെപ്ത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ D2/D1. അപ്പോൾ ഇക്വേഷനൊന്നും മനസ്സിലായില്ല എന്നൊക്കെ കരുതിയിരിക്കരുത്. എന്ത് വരും D2 = D1/2 എന്നുള്ളൊരു ഇക്വേഷൻ നമുക്കറിയാമല്ലോ. ഫ്രോട്ട് നമ്പറിൻ്റെ ടേംസിൽ ഡെപ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണിത് അല്ലേ, ഫ്രോട്ട് നമ്പറിൻ്റെ ടേംസിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് D2/D1 ഈ ഇക്വേഷൻ കിട്ടുമല്ലോ. D2/D1 = എന്ത് വരും 1/2 ഇൻറ്റു
√1 + 8fe1² - 1 ആണ്. സോ സീക്വൻറ്റ് ഡെപ്തിൻ്റെ റേഷ്യോ ഒക്കെ ചോദിക്കുവാണെങ്കിൽ അങ്ങനെ എഴുതണം. സോ അതാണ് ഫ്രോഡ് നമ്പറിൻ്റെ ടേംസിലുള്ള ഡെപ്ത് ഓഫ് ഫ്ലോ. ഇനി ലെങ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറഞ്ഞൊരു ടേം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ലെങ്ത് ബിറ്റ്വീൻ ദ 2 sections where 1 section ഈസ് ടേക്കൺ ബിഫോർ ദ ഹൈഡ്രോളിക് ജമ്പ്. അതായത് നമ്മൾ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ ഫിഗറിൽ സെക്ഷൻ 1-1 ആൻഡ് ദ സെക്കൻഡ് സെക്ഷൻ ഈസ് ടേക്കൺ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ സെക്ഷൻ 2-2. അപ്പോൾ ആ ഒരു ലെങ്ത്താണ് ലെങ്ത് ഓഫ് ചാനൽ. നമ്മൾ പറഞ്ഞല്ലോ ഈ ഒരു ചെറിയൊരു ലെങ്ത്തിലാണ്, അത് വളരെ ചെറുതായിരിക്കും ലെങ്ത് ഓഫ് ചാനൽ. ചെറിയൊരു ലെങ്ത്തിൽ റാപ്പിഡ് ഫ്ലോയും റാപ്പിഡ്ലി വാരിയിങ്, അതായത് ഈ ഒരു ഷൂട്ടിംഗ് ഫ്ലോ സ്ട്രീമിംഗ് ഫ്ലോ ആയി മാറുന്നു. ഓക്കെ, അവിടെയാണ് മാറുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഹൈഡ്രോളിക് ജമ്പ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ആ കേസിലുള്ള ലെങ്ത്ത് വളരെ ചെറുതാണ്. അതുകൊണ്ടാണ് ഇതിനെ റാപ്പിഡ് ഫ്ലോ എന്ന് പറയുന്നത്. ഒരു വലിയൊരു ലെങ്ത്തിലാണ് ഈ ഒരു ചേഞ്ച് എങ്കിൽ അതിനെ നമ്മൾ ഗ്രാജ്വലി വാരിയിങ് എന്നാണ് പറയുന്നത്, ഗ്രാജ്വലി വാരിയിങ് ഫ്ലോ. സോ അതാണ് ലെങ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് ഫോർ എ റെക്ടാങ്കുലർ ചാനൽ ഫ്രം എക്സ്പെരിമെൻറ്റ്സ് എന്ന്. റെക്ടാങ്കുലർ ചാനലിൻ്റെ കേസിൽ കുറേ എക്സ്പെരിമെൻറ്റ്സ് ചെയ്തതിൽ നിന്ന് എന്ത് മനസ്സിലായിട്ടുണ്ട്? ഇറ്റ് ഹാസ് ബീൻ ഫൗണ്ട് ഈക്വൽ ടു 5 to 7 times ദ ഹൈറ്റ് ഓഫ് ഹൈഡ്രോളിക് ജമ്പ്. അപ്പോൾ നമ്മളുടെ ഹൈറ്റ് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് d2 - d1 ആണ് ഹൈറ്റ് ഓഫ് ഹൈഡ്രോളിക് ജമ്പ്, അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് പറഞ്ഞു അല്ലേ, രണ്ടും സെയിം ആണ്. അപ്പോൾ d2 - d1 എത്രയാണോ ആ ഒരു ഡെപ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് എത്രയാണോ അതിൻ്റെ 5 to 7 times ആണെന്ത് ഈ ഒരു ലെങ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് ഈ ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാം. എന്താണ് ഫിഗർ നോക്കാം. ഫിഗറിനകത്ത് നമ്മൾ പറഞ്ഞു 2 സെക്ഷൻ്റെ ഇടയിലുള്ളതാണ് ലെങ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ്. അപ്പോൾ ഇതിനകത്ത് ഈ ഫിഗറിൽ സെക്ഷൻ 1-1 സെക്ഷൻ 2-2. അപ്പോൾ ഇവിടെ ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുന്നത് ഈ സെക്ഷൻ 1-1 2-2ലേക്കുള്ള ഈ ഒരു ജമ്പിനെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ എന്ത് ടർബുലൻസ് ഒക്കെ കാരണം അല്ലെങ്കിൽ എഡി, ഇവിടെ നിങ്ങൾക്ക് ഫിഗറിൽ തന്നെ കാണാം ടർബുലൻസ് അല്ലെങ്കിൽ എഡി ഫോർമേഷൻ, ചുഴികളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തുണ്ടാവും? എനർജി ലോസ് ഉണ്ടാവും. എനർജി ലോസ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ ഒരു 1-1നും 2-2 ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് ലെങ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ്. ഇനി ഡെപ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുന്നത് എന്താണ്? ഈ സെക്ഷൻ 1-1ലെ ഡെപ്ത് d1ഉം സെക്ഷൻ 2-2ലെ ഡെപ്ത് d2ഉം. അപ്പോൾ d2 - d1 ആ ഒരു ഡിഫറൻസ് ആണെന്ത് ഹൈഡ്രോളിക് ജമ്പിൻ്റെ ഡെപ്ത് അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്നത്. ആ ഒരു ഡിഫറൻസ് എന്താണ്? അതിനേക്കാളും 7 to 8 times കൂടുതലായിരിക്കും എന്ത് ലെങ്ത്ത് എന്ന് പറയുന്നത്. ലെങ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് നടക്കുന്ന ആ ഒരു ലെങ്ത്ത്, അതായത് 1-1നും 2-2ലും ഇടയിലെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ രണ്ട് ഡെപ്ത് d2 - d1 ഡെപ്തിന് ഈ എന്താണ് 7 to 8 times ആയിരിക്കും. ആ ഡെപ്തിൻ്റെ 7 to 8 times ആയിരിക്കും. അതാണ് ലെങ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുന്നത്. ഓക്കെ.